സൂര്യനെ കാണാനില്ല. ഞങ്ങൾ മറിയും നമ്മളെവിടെ പോകുന്നത്? ഒരു ഉല്ലാസ യാത്രയ്ക്ക് പോവുകയാണ് ഗൈസ്. ഞങ്ങൾ ഒരു ഉല്ലാസ യാത്രയ്ക്ക് പോവുകയാണ്. എങ്ങനെയാണ് പോകുന്നത്? KSRTC ബസ്സിൽ ഞങ്ങൾ മാമലക്കണ്ടം വഴി മൂന്നാർക്ക് ഒരു റെസിഡൻസ് അസോസിയേഷൻ, സഹൃദയ റെസിഡൻസ് അസോസിയേഷൻ്റെ ഒരു വിനോദയാത്ര, ഉല്ലാസയാത്രയ്ക്ക് പോയാണ്. അപ്പോൾ ഞങ്ങൾ 5:30 എങ്ങാണ്ട് ബസ്സിൽ വരാൻ പറഞ്ഞാണ്. ആൻറ്റി ഞങ്ങൾ അവിടെ വിളിക്കുന്നുണ്ടാവും. അപ്പോൾ ഞങ്ങൾ 6 മണിയായി. അപ്പോൾ ഞങ്ങൾ ബസ്സിലെത്തട്ടെ. KSRTC ബസ് ഞങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ ഒരു മാമലക്കണ്ടം മൂന്നാർ യാത്ര ആസ്വദിക്കാം. ഇതാണ് ഞങ്ങൾ പോകാനുള്ള ബസ്. പോയി ബസ്സിൽ കയറാം. ഈ ബസ്സിനാണ് ഞങ്ങൾ മൂന്നാർക്ക് പോകുന്നത്. എന്നെ ഞാൻ പരിചയപ്പെടുത്തില്ല. എൻ്റെ പേര് ഷജീർ, ഡ്രൈവറാണ്. ഒരാൾ കോതമംഗലത്ത് കയറും, നെറ്റുമുക്കി ഇല്ലാണ് പാട്ട് പറഞ്ഞത്. മാമലക്കണ്ടം സ്കൂള്, അവിടെ നിന്ന് നേരെ ചീയപ്പാറ വെള്ളച്ചാട്ടത്തിന്റെ ടോപ്പിലൂടെയാണ് നമ്മൾ പോകുന്നത്. മെയിൻ റോഡിൽ കൂടെ അല്ല, കാട്ടിൽ കൂടെ തന്നെ ടോപ്പിലൂടെ പോകുന്നത്. അങ്ങനെ നേരെ വീണ്ടും നമ്മൾ ഇരുമ്പോലം ഇറങ്ങിയിട്ട് വീണ്ടും നമ്മൾ ഒരു കൊരങ്ങാട്ടി മലയെന്ന് പറഞ്ഞ മല കയറി അങ്ങനെ മാങ്കുളം, ആനക്കുളം, പിന്നെ ലക്ഷ്മി എസ്റ്റേറ്റ്, അവിടെ നമ്മൾ ആട്ടവും പാട്ടവും ഫുള്ളല്ലേ. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ധൈര്യമാണ് ഭക്ഷണം കഴിക്കുന്നത്. രാവിലത്തെ ചായ, ഉച്ചയ്ക്ക് മാങ്കുളത്തിൽ നിന്ന് ഊണ് മീൻകറിയോടുകൂടി. നമുക്ക് യാത്ര തുടങ്ങാം. അടിച്ചു പൊളിച്ചോളാം എല്ലാവരും. നമ്മൾ എല്ലാ വർഷവും അസോസിയേഷൻ്റെ ഒരു ടൂർ നമ്മൾ അറേഞ്ച് ചെയ്യാറുണ്ട്. ഈ പ്രാവശ്യം നമ്മുടെ സ്വന്തം KSRTC ബസ്സാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഈ അസോസിയേഷനകത്ത് കുറേ പുതിയ ആൾക്കാരിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്. അവരെല്ലാവരെയും ആദ്യമായിട്ട് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കൂടാതെ നമ്മുടെ സ്ഥിരം യാത്രക്കാരായ നമ്മുടെ അസോസിയേഷൻ്റെ എല്ലാ ആൾക്കാരെയും ഇതിനോടൊപ്പം തന്നെ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ 2 ഗ്രൂപ്പൊന്നുമില്ല. അസോസിയേഷൻ എന്നുള്ള പേര് മാറ്റി വെച്ചുകൊണ്ട് എല്ലാവരും ഒറ്റ ഗ്രൂപ്പ്, 50 പേരടങ്ങുന്ന ഈ ഒരു ഗ്രൂപ്പ് അടിച്ചു പൊളിക്കുക. ഓക്കെ, ഓക്കെ ഗൈസ്, അപ്പോൾ ഞങ്ങൾ ലേറ്റായിട്ട് വന്ന കാരണം ബാക്കിലത്തെ സീറ്റ് ഞങ്ങൾക്ക് ഇരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ബാക്കിലത്തെ സീറ്റിലാണ്. ഇനി നേരുമംഗലത്താണ് ചേട്ടൻ പറഞ്ഞ പോലെ ചായ കുടിക്കാൻ പോകുന്നത്. അപ്പം അതുവരെ പ്രത്യേകിച്ച് കാണിക്കാനുള്ള കാഴ്ചകളൊന്നുമില്ല. അപ്പോൾ നേരുമംഗലം ഞാനിപ്പോൾ ആലുവയിലാണ് ഗൈസ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം. മുട്ടക്കറി, വെള്ളപ്പൊക്കെ ഉണ്ട്, പാപ്പൊക്കെയാണ്. ക്യൂ നിന്നാണ് ഞങ്ങൾക്ക് ഫുഡ് വാങ്ങുന്നത്. ഗൈസ്, നമ്മൾക്ക് എന്തൊക്കെ സ്പെഷ്യൽസ് ഉണ്ട് നോക്കാം. ഉരുളക്കിഴങ്ങ്, കുറുമ, മുട്ടക്കറി, പൊറോട്ട, വെള്ളയപ്പം ആൻഡ് പൂരിയൊക്കെ. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴിച്ചു. അൺലിമിറ്റഡ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു, ബൊഫേ സെറ്റ് ആയിരുന്നു. ഞാനൊരു അപ്പവും പിന്നെ ഒരു പൂരിയും മുട്ട റോസ്റ്റുമാണ് എടുത്തത്. നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു, ക്ലാസ് ബ്രേക്ക്ഫാസ്റ്റ്. 3 ബസ്സായിരുന്നു ഉണ്ടായിരുന്നത്. 3 ബസ് ഉണ്ടായിട്ടും റഷായിട്ടും പോലും നമുക്കൊരു ബുദ്ധിമുട്ട് വന്നില്ല. നമ്മൾ നല്ല രീതിക്ക് എൻജോയ് ചെയ്താണ് ഫുഡ് കഴിച്ചത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും തിരിച്ച് ബസ്സിൽ കയറി ഞങ്ങൾ ട്രിപ്പ് പിന്നെയും സ്റ്റാർട്ട് ചെയ്തു. നൈസ് ട്രിപ്പ്. ചേരിൽ നിന്നു വളർന്നു പൊന്നിയ നൂറ് നിന്നുടെ കയ്യിനാൽ നീ ചോറ് വെച്ചത് തിന്നുവാൻ കൊതിയോരെയുണ്ടെന്നെന്തിനാ അമ്പഴന്നൊരു പുരി ഗോപുരം തുറന്നു പാതുകം പുറത്തു വയ്ക്കു നീ
കവല പാരിജാതമലർത്തൂതും ശില്പ കന്യകൾ നിന്റെ രീതികൾ രാജത്തെ രാജകുമാരിയായി വന്നു നിൽക്കാനൊരു മോഹം ചക്രവർത്തി കുമാര. ഞാൻ അങ്ങനെ മാമ്പലക്കണ്ടം തിരിക്കുകയാണ്. ഇറങ്ങി വരും. മാമ്പലക്കണ്ടം നല്ല വെയിലുണ്ട് മാമ്പലക്കണ്ടത്തില്. സോ ഇതാണ് മാമ്പലക്കണ്ടം. മാമ്പലക്കണ്ടം സ്കൂളിൽ അവിടെ ഒരു വെള്ളച്ചാട്ടം കണ്ടോ. നല്ല തിരക്കുണ്ട്. 3 ബസ് ഒരുമിച്ച് വരാണ്ട്. എങ്ങനെയുണ്ട് വെയില്? ഞാൻ ഷെയ്ഡ്സ് വെച്ചിരിക്കണതാണ്. എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ല എന്നുള്ളൂ. അമ്മക്ക് ബുദ്ധിമുട്ടുണ്ടോ വെയിലടിക്കുന്നുണ്ടോ? പിന്നെ നല്ല വെയിലുണ്ട്. എന്ത് ചെയ്യാം. ഇവിടെ ഒതുങ്ങി ഇവിടെ എപ്പോഴും നിൽക്കും. അല്ലെങ്കിൽ അടുത്ത ബസ് കയറി വന്നാൽ മതി. ഫ്രണ്ടിന്നാ ഉള്ളവർ അടുത്ത വണ്ടിക്ക് പോകുന്ന മതി കേട്ടോ. 3 വണ്ടി വരുന്നതിലേക്ക് പോകുന്നു. നിങ്ങളെ എല്ലാവരും ഇറക്കണില്ല. നല്ല തണുപ്പുള്ള വെള്ളം ഇറങ്ങാം. ഞങ്ങളിങ്ങനെ ഇന്ന ഡെസ്റ്റിനേഷൻ ഒന്നുമില്ലാതെ നമുക്ക് കാണാൻ ആസ്വദിക്കാൻ താല്പര്യമുള്ള സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ നിർത്തി ഞങ്ങൾ ഗ്രൂപ്പായിട്ട് ആസ്വദിച്ചിട്ടാണ് പോയത്. ഞങ്ങൾ പോണ വഴിക്കൊരു വെള്ളച്ചാട്ടം പോലെ ഒരു ചെറിയ അരുവി പോലെ ഉണ്ട്. അപ്പോൾ അവിടെ ഇറങ്ങി എല്ലാവരും ഒന്ന് എൻജോയ് ചെയ്ത് ആക്ച്വലി നല്ല രസമുള്ളൊരു വൈബ് ട്രിപ്പ് എന്ന് തന്നെ പറയായിരുന്നു. ആന ഇവിടെ ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി കൊണ്ടിട്ടതാണിത്. ആന കുളിക്കുന്ന കുളമായിരിക്കും മേ ബി. ആക്ച്വലി ഇവിടെ കുറച്ച് ആഴമുണ്ട്. നിങ്ങൾക്ക് ഉള്ളിൽ കാണാൻ പറ്റുമോ? കണ്ട് മരിയ കുഴി പേടിച്ച് നിൽക്കുവാണ്. നമുക്കിവിടെ വേണമെങ്കിൽ നമുക്കൊരു എന്താ പറയാ, മറ്റേ സിനിമയുടെ പേര് ഞാൻ മറന്നുപോയി ഗൈസ്. ആ സാധനം ഇവിടെ ചെയ്യാം.
ടിക്കറ്റ് എടുത്ത് പോകണം. ഞങ്ങളങ്ങനെ ഇപ്പോൾ നിൽക്കുന്നത് ചിരപ്പാര വെള്ളച്ചാട്ടത്തിൻ്റെ ടോപ്പിലായിട്ടാണ് നിൽക്കുന്നത്. ഇതിന് താഴെ ചിരപ്പാര വെള്ളച്ചാട്ടം ആ റൂട്ടാണ്. മൂന്നാർ പോയവർക്ക് അറിയാൻ പറ്റും. അതിൻ്റെ ടോപ്പിലാണ്. ശരിക്കും ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വിസിറ്റ് ചെയ്യുന്നത് ഈ ഏരിയയിലേക്ക്. നല്ല വ്യൂ ആയിരുന്നു. നമുക്ക് എൻ്റെ എറണാകുളമാണെന്നാണ് അവിടുന്ന് പറഞ്ഞ ചേട്ടന്മാർ പറഞ്ഞ ആ ഏരിയ മൊത്തം കാണാം. നല്ല രീതിയിൽ വ്യൂ ആയിരുന്നു. നല്ല വ്യൂ ആയിരുന്നു. ഇതാണ് ടോപ്പ് വ്യൂ. ഇത് ഏതാ സ്ഥലം എന്ന് പറഞ്ഞ എങ്ങനെയുണ്ട് ട്രിപ്പ്? അടിപൊളി. അടിപൊളി ട്രിപ്പ് എങ്ങനെയുണ്ട് മറിയം? സൂപ്പർ. സോ ട്രിപ്പ് എങ്ങനെയുണ്ട്? പറയൂ. എവിടെയാണ്? എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? ഞങ്ങളങ്ങനെ എന്റെ ചെരുപ്പെങ്ങാനും യെസ് ഭയങ്കര തണുപ്പാണ് ഗൈസ്. ഫ്രീ അങ്ങനെ ആനക്കുളത്തേക്ക് പോകുന്ന റോഡിലൊരു ചെറിയ റിസോർട്ട്. ഇവിടെയാണ് ഞങ്ങൾക്ക് ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ വന്ന് ഞങ്ങൾ ലഞ്ച് കഴിച്ചത്. അത്യാവശ്യം നല്ല ലഞ്ചായിരുന്നു. നാടൻ ഭക്ഷണം. പിന്നെ ഞങ്ങളിവിടെ ഒരു 1 hour സ്പെൻഡ് ചെയ്തു. ഇതിൻ്റെ ബാക്കിലൊരു ചെറിയ രീതിയിൽ വെള്ളച്ചാട്ടം പോലെ ഉണ്ട്. അപ്പോൾ അവിടെ ചെന്ന് ഞങ്ങൾ ഒരു ചെറിയൊരു കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് തിരിച്ചു പോകുന്നത്. ഞാൻ കഴിച്ചു കഴിഞ്ഞു. ഇവരൊക്കെ കഴിക്കുന്നുള്ളൂ. Hi guys, we are in vibing. അവര് ഇതിനു മുമ്പ് വന്നു മോളെ 2 മാസം മുമ്പ് വന്നിട്ടുണ്ടായി. ഞാൻ കാണിച്ചു തരാം. ക്ലിയർ വാട്ടർ ഗൈസ്. കുളിക്കാം. സോ ഗൈസ് ഞങ്ങൾ ഔട്ട്ഫിറ്റ് ഒന്ന് കാണിച്ചേ. സൂപ്പർ ഗോവൻ ഗേൾ വീണ്ടും ആയിരിക്കുകയാണ്. ഇത് ആക്ച്വലി ഷോളാണ്. ഇത് ആക്ച്വലി അമ്മയുടെ ഷോൾ എടുത്ത് കൊടുത്തതിന് ഞാൻ പക്ഷെ ആർക്കും വലിയ കാര്യം മനസ്സിലായിട്ടില്ല അതൊരു ഷോളാണെന്ന് അല്ലേ? പക്ഷെ ഞങ്ങളുടെ ട്രിപ്പ് നിൽക്കണ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അതെ, ഇപ്പൊ പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് മരിയാന. ഇനി കാണാൻ പോകുന്ന ലൊക്കേഷനിൽ ക്ലാരിറ്റി കുറവായിരിക്കും. സോ അതിനു മുമ്പ് തന്നെ ഈ വീഡിയോയുടെ സൈനിങ് ഓഫ് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഇനി വരുന്ന വീഡിയോസ് വേറെ ഫോണിലായിരിക്കും എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ക്ലാരിറ്റി കുറവായിരിക്കും. അപ്പം ഇതായിരുന്നു ഞങ്ങളുടെ സഹൃദയ റെസിഡൻസിൻ്റെ ഒരു ഉല്ലാസയാത്ര. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. ഇത് KSRTCയിൽ 2 ഞങ്ങളുടെ അടിപൊളി സാരഥികളാണ്. അത് വണ്ടി ഓടിക്കും. ഞങ്ങൾ മനോജ്
അങ്ങനെ KSRTC ബസ്സിൽ അടിച്ചു പൊളിച്ച് പാട്ടുമായിട്ട് ഡാൻസൊക്കെ കളിച്ച് ഞങ്ങൾ വൈബ് അടിച്ച് തിരിച്ചു തന്നെയായിരുന്നു ആനക്കുളത്ത് നിന്ന് മൂന്നാറിലേക്ക്. പക്ഷേ ഇനി വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഒട്ടും കണ്ടുപിടിച്ചില്ല, കാരണം വീഡിയോ മര്യാദയ്ക്ക് എടുത്തിട്ടില്ല. കാരണം അത്രയ്ക്ക് എൻജോയ് ചെയ്ത് എവിടെ നിന്നൊക്കെയോ വീഡിയോ എടുക്കണമല്ലോ എന്ന് വിചാരിച്ച് വീഡിയോ എടുത്താണ് ഈ വീഡിയോസ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഗൈസ്, നമ്മൾ ഇപ്പോൾ ആനക്കുളം കഴിഞ്ഞ് തിരിച്ച് നമ്മൾ ലക്ഷ്മി എസ്റ്റേറ്റിലൂടെ മാങ്കുളം ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഞങ്ങൾ ഒരു തേയിലത്തോട്ടത്തിൽ, എവിടെയാണ്? ലക്ഷ്മി എസ്റ്റേറ്റിന്റെ തേയിലത്തോട്ടത്തിൽ വന്നിരിക്കുകയാണ്. ഈ വീഡിയോക്ക് ക്ലാരിറ്റി ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല, ചാർജ് തീർന്നു. ഞാനിപ്പോ OnePlusലാണ് എടുക്കുന്നത്. OnePlusലെ എന്തോരം ക്ലാരിറ്റി വീഡിയോയിൽ എടുക്കുമ്പോൾ അടിപൊളിയായിട്ട് തോന്നുന്നുണ്ടെങ്കിലും നേരിട്ട് കാണുമ്പോൾ എങ്ങനെ ഉണ്ടാവും എനിക്കറിയില്ല. നമ്മള് ഒരു ഡാൻസ് ഇവിടെ സെറ്റ് ആക്കുന്നുണ്ട്. അപ്പൊ ഡാൻസ് കൂടി കളിച്ചിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം. നമ്മുടെ സഹൃദയരുടെ എല്ലാവരും ആന്റികളെ വാ, നമുക്ക് ഡാൻസ് കളിക്കാം. എല്ലാരും ഡാൻസ് കളിക്കാനായിട്ട് പോയാണ്. ഞങ്ങളുടെ ബസ്സിന്റെ ഇത് കാണിച്ചു തരാലോ. ഞങ്ങൾ പോവുകയാണ്. ഹലോ ഗൈസ്. ഓക്കെ ഗൈസ്, ഞങ്ങളങ്ങനെ ഒരു യാത്ര കഴിഞ്ഞ് പോവുകയാണ്. ഹലോ അങ്ങനെ ഉല്ലാസയാത്ര കഴിഞ്ഞ് ഞങ്ങൾ മടങ്ങുകയാണ്. ഭയങ്കര ഉല്ലാസമായിട്ട്, നല്ല രീതിയിലുള്ള ഒരു ഉല്ലാസയാത്ര. എവിടെയൊക്കെ കാണാന്നറിയാം, ആരൊക്കെ നോക്കാം. ഓക്കെ, ഇതെല്ലാം ഞാൻ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പൊ ഞങ്ങള് ഈ വണ്ടിയിലാണ് ട്രാവൽ ചെയ്തത്. അപ്പൊ ഇന്നത്തെ അതെ തന്നെ, ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്പീക്കർ വർക്ക് ആവാത്തതാണ്, ഞങ്ങൾക്ക് ഡാൻസ് കളിക്കാൻ പറ്റില്ല. പക്ഷെ ഞങ്ങൾ വണ്ടിയിൽ വെച്ചുള്ളൂ. അപ്പൊ ഇന്നത്തെ ഒരു ഉല്ലാസയാത്ര വളരെ നല്ലൊരു യാത്രയായിരുന്നു. നന്നായിട്ട് എൻജോയ് ചെയ്തു. ഇനി ഞങ്ങക്ക് എല്ലാം കഴിഞ്ഞു. അപ്പൊ ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ. അതൊക്കെ നമ്മുടെ ഗ്രൂപ്പിലിടും.